ഈ മഴയത്ത് നല്ല ചൂട് ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാത്തവരായി ആരും കാണില്ല. രാവിലെയും വൈകിട്ടുമൊക്കെ നമ്മൾ മലയാളികൾ ചായ കുടിക്കുന്നതൊക്കെ പതിവാണ്. എന്നാൽ ചായ അമിതമായി കുടിച്ചാൽ പണി കിട്ടുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതായത് നമ്മുടെ ആരോഗ്യത്തെ ഏറെ ബാധിക്കും ഒന്നിൽ കൂടുതലുള്ള ചായ കുടി. വട, പഴംപൊരി അങ്ങനെ നിരവധി വിഭവങ്ങൾ നമ്മൾ ചായക്കൊപ്പം കഴിക്കാറുണ്ട്. ചായ കുടിക്കുമ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതിന് കാരണമുണ്ട്. കാരണം ആരോഗ്യത്തിന് പഴങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും ചില സ്ട്രെസ് പഴങ്ങളൊക്കെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാറുണ്ട്. അതായത് ചായക്കൊപ്പം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നാരങ്ങ പിഴിഞ്ഞ് അല്ലെങ്കിൽ സിട്രസ് പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് തന്നെ ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഇതിലെ ഉയർന്ന അസിഡിക് സ്വഭാവം ചായയിലെ ടാനിൻസസ് എന്ന ഘടകവുമായി ചേർന്നാൽ കയ്പായിരിക്കും അനുഭവപ്പെടുക. ഇത് ആരോഗ്യത്തെ ഏറെ ബാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊന്ന് മഞ്ഞളാണ്. അതായത് നമ്മൾ കറികളിലൊക്കെ ഇടുന്ന മഞ്ഞൾ, ഈ മഞ്ഞൾ ചായയിൽ ചേർക്കുന്നത്, ചായക്കൊപ്പം മഞ്ഞൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് പോലും ശരീരത്തിന് ഹാനികരമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മഞ്ഞളിൽ കുർക്കുമിൻ എന്ന് അടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചായയിൽ ടാനിൻ അടങ്ങിയിരിക്കുന്നു. ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുന്നത് അസിഡിറ്റിക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും കാരണമാവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചായ തണുത്ത് കുടിക്കാറില്ല, ചായ ചൂടോടുകൂടെ തന്നെയാണ് കഴിക്കുന്നത്. ഇതിനൊപ്പം പഴവർഗ്ഗങ്ങൾ കൂടെ കഴിക്കുന്നത് നല്ലതല്ല. അസിഡിറ്റിക്ക് ഇത് ഏറെ കാരണമാകും. അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്ന സമയത്ത് പഴങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന് പാൽ ഉൽപ്പന്നങ്ങളൊക്കെയാണ് നമുക്ക് ദോഷം ചെയ്യുന്നത്. അതായത് ചായ കുടിക്കുമ്പോൾ ഒരിക്കലും കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് പാൽ ഉൽപ്പന്നങ്ങളായ ചീസ്, തൈര് തുടങ്ങിയവ. അതായത് പാൽ ഉൽപ്പന്നങ്ങൾ ചായ കുടിക്കുമ്പോൾ ഒഴിവാക്കുക. പാൽ ചായ തന്നെ ശരീരത്തിന് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കട്ടൻ ചായയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ തന്നെ അതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ ഗുണങ്ങൾ കുറയും. അതുപോലെ തന്നെ ചായക്കൊപ്പം റസ്ക് കഴിക്കരുതെന്നും പറയാറുണ്ട്. കാരണം റസ്കിൽ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് പാൽ ചായയുമായി ചേരുമ്പോൾ ശരീരത്തിലെത്തുന്ന കലോറിയുടെ അളവ് കൂടുകയും അതിലൂടെ തന്നെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് അമിതവണ്ണത്തിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും. ഇതുകൂടാതെ കുടലിലെ അണുബാധകൾക്ക് സാധ്യതയുണ്ട്. പ്രതിരോധശേഷി കുറയ്ക്കുക, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകും. ഇവയിൽ പ്രോട്ടീൻ, നാരുകൾ തുടങ്ങി ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ ചായ കുടിക്കുമ്പോൾ അവയ്ക്കൊപ്പം ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉത്തമം. അതായത് ബദാം, വാൽനട്ട്, അണ്ടിപ്പരിപ്പ്, പിസ്ത തുടങ്ങിയവ കഴിക്കാവുന്നതാണ്. മറ്റെന്ത് പലഹാരങ്ങളായി കഴിച്ചോട്ടെ, ഇവയെല്ലാം തന്നെ ആരോഗ്യത്തിനേറെ ഹാനികരമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.